ഹലോ ഗൈസ്, നീലഗിരി മൗണ്ടൻ റെയിൽവേയിലൂടെ ഒരു ടോയ് ട്രെയിൻ യാത്ര പോയാലോ നമുക്കിന്ന്. യാത്രകൾ ഇഷ്ടപ്പെടാതായിട്ട് ആരുണ്ടാവില്ല അല്ലേ? ഓരോ യാത്രകൾ നമുക്ക് മനോഹരമായ ഓരോ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. യാത്രകളും ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സും കോർത്തിണക്കിയ എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണിത്. അപ്പോൾ ഊട്ടി ട്രെയിൻ യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങൾ നാട്ടിൽ നിന്ന് കാറിലായിരുന്നു ഊട്ടിയിലേക്ക് പോയത്. നിങ്ങൾ കാറ് അല്ലെങ്കിൽ മറ്റ് വണ്ടികൾ വിളിച്ച് പോകുന്നവരാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് പോലെ ഊട്ടി ട്രെയിൻ യാത്ര പ്ലാൻ ചെയ്യാം. ഇല്ലെങ്കിൽ ലാസ്റ്റ് എങ്ങനെയാണ് ട്രെയിൻ വഴി പോകുന്നതാണെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം വണ്ടി വിളിച്ച് പോകുന്നവർ ഊട്ടിയിലെത്തിയിട്ട് ഊട്ടിയിൽ നിന്ന് 3-4 കിലോമീറ്റർ അപ്പുറത്താണ് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഊട്ടി ബസ് സ്റ്റാൻഡ്, രണ്ടും അടുത്തടുത്താണ്. അപ്പം ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഊട്ടി ടു കൂനൂർ അല്ലെങ്കിൽ ഊട്ടി ടു മേട്ടുപ്പാളയം ടിക്കറ്റ് എടുക്കാം. അപ്പം ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ ഒരു സമയം പോയിട്ട് ടിക്കറ്റ് എടുത്താൽ ചിലപ്പോൾ ടിക്കറ്റ് ഉണ്ടാവില്ല, മൊത്തം റിസർവ്ഡ് ആയിരിക്കും. അപ്പം നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കും. അതായത് നിങ്ങൾ നാട്ടിൽ നിന്ന് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഞങ്ങൾ ഊട്ടിയിൽ എത്തിയിട്ട് അവിടെ നിന്നായിരുന്നു ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ പോകണമെന്ന് തോന്നിയത്. കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറച്ച് ടോയ് ട്രെയിൻ യാത്രകളെ നമുക്കുള്ളൂ. അപ്പം നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു മനോഹരമായ പട്ടണത്തിലൂടെയുള്ളൊരു ടോയ് ട്രെയിൻ യാത്ര ആസ്വദിച്ചാലൊന്ന് അവിടെ നിന്ന് എത്തിയപ്പോൾ തോന്നി. അപ്പം എത്തിയ അന്ന് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്യേണ്ടായിരുന്നത് നെക്സ്റ്റ് ഡേയിലേക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, തലേന്ന് ബുക്ക് ചെയ്തിട്ട്. അപ്പം നിങ്ങൾ നാട്ടിൽ നിന്നേ ബുക്ക് ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം ഊട്ടി ടു കൂനൂരായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഊട്ടി ടു കൂനൂർ അല്ലെങ്കിൽ ഊട്ടി ടു മേട്ടുപ്പാളയം ബുക്ക് ചെയ്യുമ്പോൾ ഊട്ടി ടു കൂനൂരിലേക്ക് ഒരു 1.25 മണിക്കൂർ യാത്രയാണുള്ളത്. അവിടുന്ന് ഊട്ടി ടു കൂനൂറും കൂനൂർ ടു ഊട്ടിയും രണ്ടും ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങൾ കുടുങ്ങിയതുപോലെ കുടുങ്ങി പോകും. കാരണം ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് കൂനൂരെത്തി തിരിച്ച് ഇങ്ങോട്ട് വരാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്, 1.5 മണിക്കൂർ. അപ്പം വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ബസ്സിലായിരുന്നു ഊട്ടിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജനറൽ ക്ലാസ്സിന് 150 റുപ്പീസും ഫസ്റ്റ് ക്ലാസ്സിന് 350 റുപ്പീസുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് പോയിട്ട് ടിക്കറ്റ് കിട്ടാതാകുമ്പോൾ ഭയങ്കര സങ്കടവും. ആദ്യമേ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാം. അപ്പം തിരിച്ച് നമ്മൾ ബസ്സിലാണ്, ഞങ്ങൾ വന്ന പോലെ ബസ്സിലാണ് തിരിച്ച് ഊട്ടിയിലേക്ക് വരുന്നത് വിചാരിച്ച്. കുറച്ച് 1 മണിക്കൂറുള്ള യാത്രയാണ്. പക്ഷെ എന്നിരുന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 16 രൂപ ടിക്കറ്റ് മാത്രമേ ബസ്സിന് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നിങ്ങൾ നാട്ടിൽ നിന്ന് ട്രെയിനിനാണ് നേരിട്ട് ഊട്ടിയിലേക്ക് പോകുന്നത് വെച്ചാൽ നാട്ടിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്കും മേട്ടുപ്പാളയത്തിൽ നിന്ന് ഉദകമണ്ഡലത്തിലേക്കും അങ്ങനെ ട്രെയിൻ ബുക്ക് ചെയ്യാം. പിന്നെ ഈ ഊട്ടി ട്രെയിൻ യാത്ര ഒരിക്കലും ഊട്ടിയിൽ പോയിട്ട് നിങ്ങൾ ഇതുവരെയും പോയിട്ടില്ലെങ്കിൽ, ഇനി പോവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം. കാരണം ആ ഊട്ടീൻ്റെ ഒരു ക്ലൈമറ്റും ആ ഒരു തണുപ്പ്, പച്ചപ്പ്, ആ ഒരു കുന്നിൻ ചരുവിലൂടെയൊക്കെയുള്ള ഒരു യാത്ര ഉണ്ടല്ലോ, അത് ഭയങ്കര മനോഹരമാണ്. അത് ആസ്വദിച്ചവർക്കേ പറയാനാവുള്ളൂ. അപ്പം ഇതുപോലുള്ള മനോഹരമായ മറ്റൊരു യാത്രയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.